ഹലോ അസ്സലാമു അലൈക്കും. ഇതുണ്ട് സുഖല്ലേ? നമ്മളൊരു VVIP കാണാനും വേണ്ടിക്ക് പോകുകയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ വന്നതിനെ കല്യാണം കൂടലും പിന്നെ ഈ ഒരാളെ കാണലാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. ഞാൻ ഇതിന് മുമ്പ് ഏകദേശം 10 വർഷത്തോളം ഖത്തറിലുണ്ടായിന്. ഖത്തറിൽ എൻ്റെ ഷെയ്ക്കാണ് കേട്ടോ. എൻ്റെ ഷെയ്ക്കല്ല മെയിൻ, എൻ്റെ ഏട്ടൻ്റെ ഷെയ്ക്കാണ്. അങ്ങനെ ഞാനും അനിയനും എല്ലാവരും ഈ ഷെയ്ക്കിൻ്റെ കീഴിലായത്. ഷെയ്ക്കിൻ്റെ പേര് ഷെയ്ഖ് അബ്ദുള്ള ബിൻ നാസർ അൽത്താനി എന്നാണ്. രാജകുടുംബത്തിൽപ്പെട്ട ആളാണ്. ഷെയ്ക്കിൻ്റെ കൂടെ ഷെയ്ക്കിൻ്റെ 2 ചങ്ങായിമാരും ഉണ്ടായിന് കേട്ടോ. അവരും ഖത്രികൾ തന്നെയാണ്. കോഴിക്കോട് ഒരു ചികിത്സ വേണ്ടിയിട്ട് വന്നേന്ന് നമ്മളെ ഏട്ടനാന്ന് കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിന് അവരാ. എനിക്ക് എന്ന് വെച്ചാൽ ഖത്തർ ബാൻഡാണ്, അത് സംസാരിക്കാനും വേണ്ടിക്കാ പോയിന്. ഷേക്ക് വിചാരിച്ചാലന്ന് കാര്യങ്ങൾ നടക്കൂലോ. അങ്ങനെ ഷേക്ക് ഏട്ടനോട് പറഞ്ഞ് ഇവർക്ക് മട്ടൻ മന്തി തന്നെ വാങ്ങിക്കൊടുക്കണമെന്ന്. അങ്ങനെ മട്ടൻ മന്തി കഴിക്കാനും വേണ്ടിക്ക് കോഴിക്കോടിൽ ഒരു ഹോട്ടലിൽ പോയി അങ്ങനെ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് ഷേക്ക് 15 ദിവസത്തേക്കാണ് നാട്ടിൽ വന്നിന്. 10 ദിവസം ചികിത്സ, 5 ദിവസം ടൂറ്. അങ്ങനെ പോന്നന്ന് പിന്നെ യാത്ര അയക്കാനും വേണ്ടിക്ക് നമ്മൾ പിന്നെ ഒരു ദിവസം പോകുകയും ചെയ്തിന്. എയർപോർട്ടിൽ എനിക്കൊന്ന് ക്ലീനിങ് സ്റ്റാഫ് അല്ലാത്ത എല്ലാവരും പാസ്പോർട്ട് വാങ്ങിയിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടായിന്. അതിൽ പാസ്പോർട്ട് നോക്കിയിട്ട് ഒരു ചങ്ങായി ചോദിക്കുന്നു, ഷേക്ക് കുറേ രാജ്യത്ത് പോയിനല്ല, ഷേക്കിന്റെ പൈസക്ക് ഷേക്ക് എടെല്ലാം പോകും, ഇതെല്ലാം ചോദിക്കേണ്ട ആവശ്യം. ഖത്തർ ക്യാൻസൽ ആയതിനു ശേഷം ഞാൻ ദുബൈയിൽ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടായിന്. ഷോപ്പ് തുടങ്ങി ഷോപ്പിൽ കച്ചവടയിൽ റെഡി ആയാലും പാർട്ട്ണർക്ക് ഒറ്റക്ക് മിണുങ്ങണം എന്നൊരാശ. നമ്മളെ പൈസക്ക് തുടങ്ങിയ ഷോപ്പ് ഓൻ ഒറ്റക്ക് സ്വന്താക്കുകയും ചെയ്ത ലാസ്റ്റ്. അത് പോട്ട്, ഓനിക്ക് അള്ളാഹ് എന്തായാലും കൊടുക്കും ഇൻഷാ അള്ളാഹ്. അങ്ങനെ ഇപ്പം നമ്മൾ ഒമാനിലാണ് കേട്ടോ. അൽഹംദുലില്ലാഹ് ഇപ്പം കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഷേക്കിനെല്ലാം കണ്ട് നമ്മുടെ നാട്ടിലേക്ക് തിരിക്കലായി കേട്ടോ. ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും.